എമ്പുരാനിലെ പൊളിറ്റിക്കൽ റെഫറൻസുകൾ. ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസിന്റെ കഥാപാത്രം കഥ പാർട്ടിയിൽ നിന്ന് കാവ്യപാർട്ടിയിലേക്ക് വരുമ്പോൾ ഒരു ആവശ്യം പറയുന്നുണ്ട്. തന്റെ പേരിലുള്ള സെൻട്രൽ ഏജൻസികളുടെ അന്വേഷണങ്ങൾ എല്ലാം നിർത്തലാക്കണം. നിലവിലെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ എത്ര ആപ്റ്റായിട്ടുള്ള കാര്യമാണ്. ദി വാഷിംഗ് മെഷീൻ പാർട്ടി ബി.ജെ.പിയും പേരും എത്ര അഴിമതിക്കാരായിക്കോട്ടെ, കുറ്റവാളികളായിക്കോട്ടെ, അവർ ശുദ്ധരായി. ED എടുക്കുന്ന 95% കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. 2014 ശേഷം 25 രാഷ്ട്രീയ നേതാക്കളെയാണ് വാഷിംഗ് മെഷീനിൽ കയറ്റി അലക്കിയെടുത്തത്. അജിത് പവാർ, പ്രഫുൽ പട്ടേൽ, അശോക് ചവാൻ ഇങ്ങനെ പലരും BJPയിൽ ചേർന്നു. ഉടനെ തന്നെ ഇവർക്കെതിരെയുള്ള കേസുകളും റദ്ദാക്കിയാണ്. 2 ചീഫ് മിനിസ്റ്റേഴ്സിനെയാണ് 2024 ഇലക്ഷന് മുമ്പ് ED അറസ്റ്റ് ചെയ്തത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെയും. ആം ആദ്മി പാർട്ടിയുടെ എല്ലാ പ്രമുഖ നേതാക്കന്മാർക്കെതിരെയും നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആരെയും കാവ്യ പുതുപ്പിക്കാൻ സാധിച്ചിട്ടില്ല. 2014 ശേഷം 5000-ൽ ഭേദം കേസുകളാണ് ED രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ കൺവിക്ഷൻ ഉണ്ടായിട്ടുള്ളത് വെറും 40 കേസുകളിൽ. തിരിച്ചു കിട്ടിയിരിക്കുന്ന പണം വളരെ തുച്ഛം. എതിരാളികളാകട്ടെ കോടതികൾ കയറിയിറങ്ങി.